നമസ്കാരം. ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മീഡിയ വഴി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മ്യൂസിക്കിൻ്റെ നിലവാരത്തെക്കുറിച്ച് പ്രശസ്തരായ നമ്മുടെ കലാകാരന്മാർ പാടിയേക്കുന്ന പാട്ട് നിങ്ങളെന്താണ്, അത് പാട്ടല്ല, ഇതാണ് പാട്ട്, അതാണ് പാട്ട്, ഇങ്ങനെ പറഞ്ഞ പാട്ടിനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചില പാട്ട് അതാണ് ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടിനെക്കുറിച്ച് പല വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് മ്യൂസിക് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാനിത് പറയട്ടെ, നമ്മൾ ഒരു വ്യക്തിനെ നമ്മൾ പൊക്കി പറയുകയോ അല്ലെങ്കിൽ കുറച്ച് പേരെ നമ്മൾ താത്തി പറയുകയോ ചെയ്യുന്നതല്ല, ഒരിക്കലും ചെയ്തില്ല. കാരണം പാട്ട് എന്നുള്ളത് എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അനുഗ്രഹമായ ഒരു സംഗതിയാണ്, ഒരു പ്രാർത്ഥനയാണ്. അപ്പം മ്യൂസിക്കിന് തന്നെ വിവിധ വശങ്ങളുണ്ട്, അനേക വശങ്ങളുണ്ട്. അതിൻ്റെ ഓരോരോ വശങ്ങളാണ് അല്ലെങ്കിൽ ഓരോ രീതികളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മൾ കേട്ട് പഠിച്ച് ശീലിച്ചിരിക്കുന്നത് ഒരു സെക്ഷൻ, പിന്നെ പുതിയത് വരുന്നത് അത് വേറെ സെക്ഷൻ. അല്ലാണ്ട് നമ്മൾ നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്നതും ഇപ്പോൾ പുതിയത് വരുന്നതിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. പാട്ടിന് പല പല വേർഷൻസ് ഉണ്ട്, ഒത്തിരി വേർഷനുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാലം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് യേശുദാസ്, എം.ജി. ശ്രീകുമാർ ഇങ്ങനെയുള്ള അനുഗ്രഹീത കലാകാരന്മാർ പാടി അല്ലെങ്കിൽ അയ്യർ പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ട് കേട്ടിട്ട് ഞാനിപ്പോൾ പറയാം വേടനെ കുറിച്ചുള്ള ചർച്ചയും അല്ല പാട്ടിനെക്കുറിച്ചൊക്കെയാണ് ഒത്തിരി പറഞ്ഞത്. വേടൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യരുത്. കാരണം അത് വേറൊരു സ്റ്റൈല് പാട്ട്, ഇത് വേറൊരു സ്റ്റൈല്. കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ, നാടൻ പാട്ട്, പുള്ളവൻ പാട്ട്, കർണാടക സംഗീതം, ഫിലിം സോങ്, ലളിതഗാനം, അങ്ങനെ എത്ര സൈസ് പാട്ടുകൾ. അതൊക്കെ പാട്ടിൻ്റെ വിവിധ ഓരോരോ വശങ്ങളാണ്. അല്ലാണ്ട് നമ്മളിപ്പം യേശുദാസിനെയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട്, ഒരു കൊച്ചിനെ കാണിച്ചിട്ട് ആദ്യം യേശുദാസിൻ്റെ ഫോട്ടോ കാണിച്ച് ഇതാരാന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറയുന്ന അറിയുന്നില്ല. കഴിഞ്ഞ് എം.ജി. ശ്രീകുമാറിൻ്റെ ഒരു ഫോട്ടോ കാണിച്ച് ഇതാരാന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. വേടൻ്റെ ഒരു ഫോട്ടോ കാണിച്ച് ഇതാരാന്ന് ചോദിച്ചാൽ ഇത് വേടൻ മാമനല്ലേ എന്ന് ചോദിച്ചു. അപ്പം സത്യത്തിൽ എന്താണ് ആ കുഞ്ഞിൻ്റെ പ്രായം എന്നാണ്ട് ചിലപ്പോൾ 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ അറിവേ അതിനുള്ളൂ. പക്ഷേ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നതും നമുക്ക് ഇവിടെ കരുതി വെച്ചിരിക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ സമൂഹം അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിനെ നമ്മൾ വളരെ മോശമായിട്ട് തന്നെ ആ ഒരു വ്യക്തിനെയും ആ ഒരു കഴിവ് അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ശേഖരത്തിനെ നമ്മൾ വളരെ നിഷ്കരണം നമ്മൾ തള്ളി പറയുക. പക്ഷേ വേടൻ്റെ പാട്ട് അത് അങ്ങ് ഒരു സെക്ഷൻ നല്ല പാട്ട്, അത് വേറെ രീതിയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പാട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കരുത്, അത് പാടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ്, ഓരോ രീതിയിലും കഴിവുള്ള നല്ല നാടൻ പാട്ട് പാടുന്നത് അത് ഒരു കഴിവാണ് അവരുടെ. അല്ലാണ്ട് അവർ ചീത്തയാണ്, നാടൻ പാട്ട് പാടുന്ന അവർ ചെയ്താൽ അല്ലെങ്കിൽ വേടൻ പാടുന്ന പാട്ട് ചീത്തയാണ്, അങ്ങനെ ഒരിക്കലും പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ മൂവി പറഞ്ഞ പാട്ടിന് വിവിധ വശങ്ങളാണ്. കാരണം ഒരു സംഗീതം, നല്ല ഗീതം കർണത്തിന് അല്ലെങ്കിൽ നമുക്ക് ചെവിക്ക് ആനന്ദം, മനസ്സിന് ആനന്ദം, നമ്മുടെ ശരീരത്തിന് സുഖം, ഇതൊക്കെയാണ് ഒരു പാട്ടിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അത് പലരും പല രീതിയിലാണ് ആസ്വദിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ തേജോവധം ചെയ്തുകൊണ്ടും കുറച്ച് ആൾക്കാരെ നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ടും അങ്ങനെയൊന്നും പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല സംഗീതത്തിൽ, നമ്മളൊന്നുമല്ല. അത് കാരണം ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം നമ്മളൊന്നുമല്ല, നമ്മൾ വെറും ഗസ്റ്റാണ് ഇവിടുത്തെ. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കുറച്ച് കഴിവുകൾ എന്തോ അതും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ടാറ്റ പറയുന്നു, അത്രയേ ഉള്ളൂ. അത് നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലും നമുക്ക് കുറ്റം പറയാനോ തെറ്റ് പറയാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അവകാശമില്ല.
നമുക്ക് തന്ന കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അത് നമ്മൾ ഓർത്ത് പറയുമല്ല, നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നോ അത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കർമ്മം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആ രീതി കൂടെ നമ്മൾ പോവുള്ളൂ. അപ്പം അത് നമ്മൾ ചെയ്യുക, അത്രമാത്രം ചെയ്യുക. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ആ പാട്ട് ചാളാണ്, ഈ പാട്ട് ചാളാണ്, മറ്റേതാണ്, മറ്റേ ആൾ പാടിയത് ശരിയായില്ല, ഇത് പാടിയത് ശരിയായില്ല, ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ കാര്യമില്ല. കാരണം ഞാൻ പറയാം, ഒരു കുഞ്ഞൊരു പാട്ട് കാണുകയാണെങ്കിൽ ഒരു പാട്ട് പാടുക, ഒരു കൊച്ച്, പക്ഷെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ആ കുട്ടിയുടെ ശിഷ്യനായിട്ട് നമ്മൾ വരും, അതിനെ നമ്മൾ ഗുരുവായിട്ട് കാണണം. പറഞ്ഞു മനസ്സിലായോ? അപ്പം നമുക്ക് പറ്റാത്തത് ആര് എന്ത് കാണിച്ചാലും അപ്പം നമ്മൾ നമ്മുടെ ഗുരുവാണ് അവർ. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആരെയും നമുക്ക് താത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ആരെയും ഒരു മോശം പറയാനോ നമുക്ക് അധികാരമില്ല, നമുക്ക് സാധിക്കുകയില്ല. കാരണം സംഗീതത്തിന് അത്രമാത്രം വിശാലമായ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ലോകമാണ് മ്യൂസിക്കിന്. മനസ്സിലായോ? അപ്പോൾ അത് അനേക രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. അനേക രീതി. ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ വെള്ളം സ്വാതന്ത്ര്യമുണ്ട്. അത് ഓരോരുത്തരും അവർക്ക് ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആസ്വദിക്കുക, ചെയ്യുക. ഇപ്പം എനിക്കറിയാവുന്ന ഒരു തിരുമേനിയുണ്ട്. എനിക്കറിയാവുന്ന ആ തിരുമേനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കുമ്പോൾ പുള്ളി ഞാൻ പാടും. പക്ഷേ എന്താണ് പാടുന്നത് എന്ന് പുള്ളി അറിയുന്നില്ല. ദൈവസ്തുതികളാണ് ആ സെക്കൻഡ്. പക്ഷേ കുറച്ച് ഇത് പാടി കഴിയുമ്പോഴത്തേക്കും അത് ട്യൂണൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വരുന്ന ട്യൂണാണ്. ആ ട്യൂണിനൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ അത് ഒരു രാഗത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ നമ്മൾ ഒരു ഹാർമോണിയം വായിക്കുക, ഇപ്പോൾ എൻ്റെ ഏരിയ വരാറുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ചെയ്യുമ്പം ആ കറക്റ്റ് രാഗത്തിലായിരിക്കും. ഇപ്പോൾ നമുക്കൊരു തോടിയിട്ട് കൊടുക്കുകയോ ഒരു ഭൈരവി ഇട്ട് കൊടുക്കുകയോ മോഹനോ ശങ്കരാഭരണോ എന്ത് രാഗം ആയിക്കോട്ടെ, നമ്മൾ രാഗം അറിയത്തില്ല, ആ വ്യക്തിക്ക് രാഗം എന്നാന്ന് അറിയത്തില്ല, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ രാഗത്തിൽ തന്നെ പാടും, ആ രാഗത്തിൽ നിന്ന് വിട്ടുപോയില്ല. പക്ഷേ അദ്ദേഹത്തെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ അമ്പലങ്ങളിലൊക്കെ പോയി പാടാൻ ചാൻസ് ചോദിക്കുമ്പോഴത്തേക്കൊക്കെ അവർ വളരെ മോശമായ വർത്തമാനം പറയുകയും പുള്ളിക്ക് ഒരു ചാൻസ് കൊടുക്കുകയോ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു, കൊടുക്കുകയൊന്നും ചെയ്യും. പക്ഷേ പുള്ളി അതിനോട് ആ ഭക്തി, ആ ആഗ്രഹം മനസ്സിലിങ്ങനെ വളർത്തി എന്തിന്. ഇപ്പം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊട്ടാരത്തിൽ പോയി അവിടുത്തെ തമ്പുരാട്ടിയുടെ മുമ്പിലിരുന്ന് പാടാൻ വരെ ആ പുള്ളിക്കിപ്പം അവസരം കിട്ടിയിരിക്കുക. കാരണം അതൊരു സെക്ഷനാണ്. അല്ലാണ്ട് നമ്മൾ വേറെ പാട്ടുമായിട്ട് അതിനെ കമ്പയർ ചെയ്യേണ്ട. അതിനെ ആസ്വദിക്കാൻ കഴിവുള്ളൊരു മനസ്സും അല്ലെങ്കിൽ ആ ഒരു ഭക്തിയുള്ളവരും അതിനെ ആസ്വദിക്കും, അതിൽ ചെയ്യും. ഇത് വേറെ. നമുക്ക് പറ്റുന്നത് നമുക്ക് സ്വീകരിക്കുക. അല്ലാണ്ട് നമ്മൾ ആരുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമോ, ഞാൻ പാടിയതാണ് കറക്റ്റ്, നീ പാടുന്നത് തെറ്റാണ്, അങ്ങനെയൊക്കെ നമ്മളെന്താ പറയണേ? ഞാൻ പാടിയത് കറക്റ്റ് എന്ന് പറയാൻ അത് എന്തേലും പിന്നെ ഉണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ പാടിയതാണ് ശരി എന്ന് പറയുന്നത്? ഞാൻ പാടിയത് മുഴുവൻ തെറ്റാണ് എന്നും എനിക്കറിയത്തില്ല, ശരിയും ആണെന്നും അതും എനിക്കറിയത്തില്ല. കാരണം അതിൻ്റെ അത് പിന്നെ എന്തേലും അവസരങ്ങൾ കിടക്കണം ആ ഒരു സ്വരത്തിൽ തന്നെ. ഇപ്പം മായാമളവ് ഗുളരാഗം അല്ലെങ്കിൽ മോഹനരാഗം, ഇപ്പം ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു രീതി അത് വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ചാൻസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ പാട്ടും ഒരുപോലെ ആകിയല്ലേ? അത് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്. അപ്പോൾ ഈ സംഗീതത്തെ ഓരോരോ വിശകലനം ചെയ്ത് ഓരോരോ മോശമായിട്ടും പല രീതിയിലൊക്കെ പറയുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു രാഗത്തിന് തന്നെ എന്തേലും ഭാവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സംഗീതത്തെക്കുറിച്ച് നമുക്കൊന്നും സംസാരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയ കഴിവ് നമ്മൾ വിനിയോഗിക്കുക. നമ്മൾ ആരോടും ഒരു വാശിയോ വൈരാഗ്യമോ ഒന്നും വേണ്ട. നമുക്ക് പറ്റുന്ന നമുക്ക് ചെയ്യുക. പിന്നെ ആസ്വദിക്കാൻ പറ്റുന്ന എന്ത് പാട്ടും ആര് പാടിയാലും ശരി, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിന് നമ്മൾ ആസ്വദിച്ചോളുക. ഇല്ലേ, അത് ആസ്വദിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വേണ്ട വേറെ ഒരു രീതി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ആസ്വദിച്ചോട്ടെ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സംഗീതത്തിന് അനേകായിരം വശങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അതിലൊരു വശമാണത്. അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കർണാട്ടിക് സംഗീതം ഇതൊക്കെ ആ മ്യൂസിക്കിൻ്റെ ഒരു ബേസിക്കാണ്. സംഗീതം നമ്മൾ പഠിക്കുന്നു, അത് സംഗീതത്തിൻ്റെ ഒരു ബേസിക്ക്. ഈ രീതിയിലാണ് ഇതിൻ്റെ യാത്ര.
അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം എന്നുള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ വെച്ചു പുലർത്തുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രവർത്തിക്കുക. അല്ലാതെ നമ്മൾ മനസ്സിലൊന്നും കരുതരുത്. കാരണം കരുതി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. കാരണം നമ്മളെല്ലാം ഇവിടുന്ന് പോകേണ്ടവരാണ്. പിന്നെ നമുക്ക് എന്തിനാ വാശിയും വൈരാഗ്യവും പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ ഇങ്ങനെയൊക്കെ എന്തിനാ? അങ്ങനെയൊന്നും എൻ്റെ പുറകെ വേണ്ട. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്നേ. അല്ലാതെ നമ്മുടെ ഇത് പോകേണ്ടതൊക്കെ പോകും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു മനസ്സും നല്ലൊരു ചിന്താഗതിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.